അംബേദ്കർ ഭാരതം കണ്ട മഹാന്മാരായ പുത്രന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് ഭീമറാവു അംബേദ്കർ. തനിക്ക് ലഭിച്ചിരുന്ന നിഷേധാത്മകമായ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിമാനായ വിദ്യാർത്ഥി എന്ന നിലക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതും അമേരിക്കയിലെ സർവകലാശാലകളിൽ നിന്നും ബ്രിട്ടനിലെ സർവകലാശാലകളിൽ നിന്നും ഇന്ത്യയിലെ സർവകലാശാലയിൽ നിന്നുമെല്ലാം ബിരുദങ്ങളും ഗവേഷണ ബിരുദങ്ങളും എല്ലാം അദ്ദേഹം നേടിയെടുത്തത്. സാർവലൗകികമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് എന്ന കാര്യം അധികം പേർക്കും അറിയില്ല. ഒപ്പം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതിൽ അംബേദ്കർ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രസംഗങ്ങൾ വായിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യത്തിന് അദ്ദേഹം നൽകിയ നിർവചനത്തിൽ, നമ്മുടെ ഭരണഘടനയിൽ ആ നിർവചനം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർവചനത്തിൽ സാമൂഹിക സാമ്പത്തിക സമത്വം കൈവരിക്കാതെ രാഷ്ട്രീയ ജനാധിപത്യം സുശക്തമാകില്ല എന്ന സന്ദേശം ലോകത്തിന് നൽകിയ പ്രമുഖരിൽ ഒരാളാണ് അംബേദ്കർ. ഈ സാമ്പത്തിക സാമൂഹിക സുരക്ഷിതത്വവും സമത്വവും ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അൺടച്ചബിലിറ്റി ഒഴിവാക്കുന്നതിനുള്ള നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നാം ഇന്നറിയുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയിത്താചരണത്തെ അതിശക്തമായി എതിർക്കുകയും അയിത്താചരണത്തിൻ്റെ ഒരു ഇരയാക്കപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അയിത്താചരണത്തിനെതിരെ പോരാടി എന്നതും ഏറ്റവും സവിശേഷമായ ഒന്നാണ്. അംബേദ്കറുടെ അഭാവത്തിൽ ഇന്ത്യൻ ഭരണഘടന എന്താകുമായിരുന്നു എന്ന് നാം അന്വേഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പ് അറിയാം. ഇന്ന് കാണുന്നത്രയും സമഗ്രമായ ഒരു ഭരണഘടന നമുക്കുണ്ടാകുമായിരുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും അവശേഷിച്ചിട്ടില്ല. അംബേദ്കറാണ് ഇന്ന് കാണുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഇത്രയും സുശക്തമാക്കി ഉപയോഗിച്ചത്.